പാണ്ഡവരുടെ വനവാസക്കാലത്ത് വരാനിരിക്കുന്ന മഹാഭാരത യുദ്ധത്തിലെ വിജയം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേദവ്യാസ മഹർഷിയാണ് അർജുനനോട് പാശുപതാസ്ത്രം നേടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ വ്യാസമഹർഷിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അർജുനൻ്റെ കഠിന തപസ്. പാണ്ഡവർ മഹാഭാരത യുദ്ധം ജയിക്കണമെങ്കിൽ അവരുടെ കൂടെ ശ്രീകൃഷ്ണ ഭഗവാനും മാത്രമല്ല മഹാദേവൻ്റെ പാശുപതാസ്ത്രവും വേണമെന്ന് വ്യാസമുനിക്ക് അറിയാമായിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളി താനാണെന്ന ചെറിയൊരു അഹങ്കാരം അർജുനൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ അഹങ്കാരം മാറ്റാൻ വേണ്ടി സാക്ഷാൽ പരമശിവൻ ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ ഭൂമിയിൽ വന്നു. അർജുനൻ കഠിന തപസ്സിലാണല്ലോ. പെട്ടെന്ന് അർജുനൻ്റെ തപസ്സിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാട്ടുപന്നി അവിടേക്ക് പാഞ്ഞു വന്നു. അർജുനൻ ഒരു വില്ലെടുത്ത് പന്നിയെ എയ്തു. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു അമ്പും ആ പന്നിയുടെ ശരീരത്തിൽ തറച്ചു. അർജുനൻ നോക്കുമ്പോൾ ഒരു കാട്ടാളനും ഭാര്യയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അർജുനൻ പറഞ്ഞു, ഇത് എൻ്റെ ഇരയാണ്. എൻ്റെ അമ്പാണ് ആദ്യം ഈ പന്നിയിൽ തറച്ചത്. എന്നാൽ ആ കാട്ടാളൻ അത് സമ്മതിച്ചില്ല. അവർ തമ്മിൽ തർക്കം രൂക്ഷമായി. ഒടുവിൽ വില്ലാളി വീരനായ അർജുനനും കാട്ടാളനും തമ്മിൽ യുദ്ധം തുടങ്ങി. അർജുനൻ തൊടുത്ത അമ്പുകളെല്ലാം കാട്ടാളൻ നിസ്സാരമായി തട്ടിമാറ്റി. ലോകം ജയിച്ച അർജുനൻ്റെ ഗാണ്ഡീവം എന്ന വില്ലുകൊണ്ട് അർജുനന് ആ കാട്ടാളനെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. താൻ പരാജയപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയ അർജുനൻ സഹായത്തിനായി മഹാദേവനെ ധ്യാനിച്ചു. അർജുനൻ ഒരു ശിവലിംഗം ഉണ്ടാക്കി അതിൽ മാല ചാർത്തി പൂജിച്ചു. അർജുനൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ ശിവലിംഗത്തിൽ ചാർത്തിയിരിക്കുന്ന ആ മാല കാട്ടാളൻ്റെ കഴുത്തിലിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. താൻ ഇത്രയും നേരം യുദ്ധം ചെയ്തത് തൻ്റെ പ്രഭുവായ മഹാദേവനോട് ആണെന്നറിഞ്ഞ അർജുനൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണു. അർജുനൻ്റെ അഹങ്കാരം ശമിച്ചു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാശുപതാസ്ത്രം അർജുനന് നൽകി അനുഗ്രഹിച്ചു. ഹരേ കൃഷ്ണ.